നമസ്കാരം പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞ ഹാർബറിന്റെ അവിടെയാണ് നിൽക്കുന്നത്. നമ്മളെ കപ്പൽ ഇവിടെ തീരെ അടുത്തിട്ടുണ്ട്. ഞാൻ കപ്പലിന്റെ അടുത്ത് പോവുകയാണ്. ആ വീഡിയോ നിങ്ങളുടെ ഇടയിൽ ഞാൻ എത്തിക്കുകയാണ്. വളരെ സന്തോഷമാണ്. പിന്നെ നമ്മൾ കാണാതെ പോലും ഈ പദ്ധതിക്ക്, വിഴിഞ്ഞ ഹാർബർ പദ്ധതിക്ക് അനുമതി കൊടുത്ത ഒരു നേതാവുണ്ട്, പ്രിയപ്പെട്ട നമ്മളെ ഉമ്മൻചാണ്ടി സാർ. നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ലോകം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല വിഴിഞ്ഞം ഹാർബർ. അപ്പോൾ ഒരുപാട് ചരക്കുകൾ പല രാജ്യത്തു നിന്നും വരും. ഒരുപാട് സാധനങ്ങൾ നമ്മളെ വിഴിഞ്ഞ ഹാർബറിൽ വരും. ഈ തിരുവനന്തപുരം ജില്ല ഒരുപാട് മാറും. അതുപോലെ കേരളം തന്നെ ഒരുപാട് മാറും. അതിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ്. ആ സാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ആ സാർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പം ഒരുപാട് നമസ്കാരം പ്രിയപ്പെട്ട ജനങ്ങളെ, തൊട്ടടുത്താണ് ഞാൻ കപ്പലിന്റെ അടുത്ത് നിൽക്കുന്നത്. ഞാൻ വിഴിഞ്ഞം തിരുവനന്തപുരം ഹാർബറിന്റെ അടുത്താണ് നിൽക്കുന്നത്. തൊട്ടടുത്താണ്. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. തൊട്ടടുത്ത് നിന്ന് വീഡിയോ ചെയ്യണം. ഓരോ ചാനലുകാർ, മാധ്യമങ്ങളിലും ചാനലുകാർ നിൽക്കണം. 1 കിലോമീറ്റർ ലോങ് ആണ് നിൽക്കുന്നത്. തൊട്ടടുത്താണ് നിൽക്കുന്നത്. തൊട്ടടുത്ത് നിങ്ങൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. എടുത്തു പറയേണ്ടത്, ഇതിന് അനുമതി കൊടുത്ത ഒരു നേതാവുണ്ട്, നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ നമ്മളെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. ആ സാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഈ പദ്ധതിക്ക് അനുമതി കൊടുത്ത നമ്മളെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നു. നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. നമ്മൾ കാണാതെ ഒന്നും പോലും സാറിനെ. ഈ ലോകം അറിയപ്പെടുന്ന സ്ഥലമായി നമ്മളെ തിരുവനന്തപുരം ജില്ലയും കേരളം. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നാളെയാണ് ഇതിൻ്റെ ട്രെയിലർ ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഡോക്ടർ ശശി തരൂർ MP, നമ്മളെ തിരുവനന്തപുരം MP, കേന്ദ്രമന്ത്രിമാർ, ഒരുപാട് നേതാക്കന്മാർ നാളെ വരും. നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം. ഈ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. തൊട്ടടുത്ത് നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ സന്തോഷമാണ് ഇത്രയും അടുത്ത് വന്ന് ഈ കപ്പലിനെ കാണാൻ പറ്റിയത്. ചരക്കുകളാണ് ആ കപ്പലിൽ ഇരിക്കുന്നത്.